അപ്പോൾ ഗെയ്സ്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കണ്ടോ. ആകെ പച്ച പിടിച്ച് പുല്ല് ഒക്കെ ചെത്താനായിരുന്നു. അപ്പോൾ മഴ കാരണം ഇത്ര ദിവസം അതൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം നേരാക്കിയതാണ്. പിന്നെ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടിയും പറിച്ച് നേരാക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചപ്പൊക്കെ അടിച്ച് കൂട്ടി കത്തിച്ചു. ഇനി നമുക്ക് നേരെ പോയാൽ, ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് നേരെ പോയാൽ ഇവിടെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റും ഇതൊക്കെ നിൽക്കുന്നത്. പിന്നെ വീട് കാണാത്തവരുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ വീട്. നമ്മളിപ്പോൾ ഇത് പഴയൊരു വീടായിരുന്നു, അത് വാങ്ങിയതാണ്. 2-2.5 വർഷമായി. ജനുവരിയിലേക്ക് 2 വർഷമായി. ഇപ്പോൾ ഇത് ഓഗസ്റ്റ് ആയില്ലേ. ഇപ്പോൾ 2-2.5 വർഷമായി ഇപ്പോൾ ഞങ്ങളിത് വാങ്ങിയിട്ട്. അത് ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും കൂടി അങ്ങനെ ഒരുമിച്ച് വാങ്ങിയതാണ്. ഇത് പച്ചപ്പല്ല കേട്ടോ, ഇതൊരു ചെടിയാണ്. ഇതുമൊരു പൂവുണ്ടാവും, വയലറ്റ് കളറിലൊരു പൂവുണ്ടാവും. ഇതുണ്ടോ, ഇത് വാടിപ്പോയി. അപ്പം അത് തെങ്ങിൻ്റെ ചോട്ടിലൊരു തണുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു തെങ്ങുണ്ട്, ഇതാണ്ടോ. ഞങ്ങൾക്ക് തേങ്ങയ്ക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേർക്കുള്ള തേങ്ങയൊക്കെ ഇട്ടു. പ്രാവശ്യം ഞങ്ങൾ ആട്ടി എണ്ണയൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഒരു തെങ്ങ്, ഇതിൻ്റെ അടിയിലുണ്ട് കുറച്ച് ചെടിയാണ് കേട്ടോ. ഇങ്ങനെ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ ചെടികളാണ്. കളർ ചെടികളും ഇതൊക്കെ ഉണ്ട്. ആന്തൂറിയം ഉണ്ട്. ആന്തൂറിയം 2 കളറുണ്ട്. പക്ഷെ ഒന്നാണ് നല്ലപോലെ വിരിഞ്ഞിട്ടുള്ളൂ, കണ്ടോ, നല്ലപോലെ വിരിഞ്ഞിട്ടുള്ളൂ. ഇത് വേറൊരു കളറാണ്. കളർ പക്ഷേ നല്ല രസമുണ്ട്, പക്ഷെ കുറച്ച് വലുപ്പമുള്ളൂ. ഇനി വേറെ ഉണ്ട്, കുളവാഴകളും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ വീട് ഇതാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇതാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോയാൽ, ഒരു സൈഡിൽ കൂടെ പോയാൽ ഇങ്ങനെയാണ്. ഇതാ ഇവിടെയൊക്കെ ചെടികളുണ്ട് കേട്ടോ. അപ്പുറത്തൊരു വീടുണ്ട്, ഒക്കെ പച്ച കെട്ടി കിടക്കുകയാണ്, പുല്ല് ചെത്താതെ. ഇപ്പുറത്തെ ഈ വീട്ടിൽ താമസമായിട്ടില്ല കേട്ടോ വീട്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് വെച്ചതാണ് ഈ കുരുമുളക്. പക്ഷേ നമുക്ക് അത്ഭുതമായിട്ട് ഇതാ കുരുമുളക് ഉണ്ടാവുന്നുണ്ട്. ഒരാളേ ഉള്ളൂ കേട്ടോ, ഒറ്റ തിരിയേ ഉള്ളൂ. ഉണ്ടാവുമായിരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ്. ഇവിടെ ഒരു ഈ മരം എന്താണെന്നറിയോ, നമ്മുടെ സീതാപ്പഴം, രാമാപ്പഴം എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് പാഷൻ ഫ്രൂട്ട്, സർബത്തും കായ എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. ഇവിടെ ഒരു കായ നിൽക്കുന്നുണ്ട്, കാണുന്നില്ലല്ലോ. 2 കായ നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ക്യാമറയിൽ വരുന്നില്ല. ഇതാണ്ടോ, നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട്. കുറേ കിട്ടിയിട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു തെങ്ങുണ്ട്. കർമ്മച്ചി ഉണ്ട്, പപ്പായ. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. ക്യാമറയ്ക്കൊരു മങ്ങൽ. ബാക്ക് ഭാഗമാണ്. ഇവിടെ വിറകൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, കാണണ്ടല്ലോ അല്ലേ. വിറക് വൃത്തിയാക്കാണ്ട്, വിറക് പെരയായിട്ടില്ല. നമ്മൾ വെറുതെ ടാർപ്പാള വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാത്റൂമാണ്. ബാത്റൂമുണ്ട്.
പിന്നെ ഈ ബാക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ കുറേശ്ശെ സ്ഥലമുണ്ട്. കുറച്ച് വഴിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ വീടാണ്. മുറ്റം കുറച്ചുള്ളൂ. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കുറച്ച് മുറ്റം. പിന്നെ ഇങ്ങോട്ടൊക്കെ പോകുന്ന കുറച്ചുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ തൊട്ടപ്പുറത്തൊരു പറമ്പാണ്. ആ പറമ്പിലും പുല്ല് കെട്ടി കിടക്കുകയാണ്. എന്നാണ് വീടിൻ്റെ സൈഡിലൊക്കെ ഞാൻ വെട്ടിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലേക്കുള്ളതൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള വഴിയാണ്. അയൽവാസികളുടെ വീട്ടിലേക്ക് പോകണ്ടേ നമുക്ക്. അതിനുള്ള വഴിയും കൂടി വെട്ടി ശരിയാക്കിയിട്ടുണ്ട്. വേറെ ആൾക്കാരുടെ പറമ്പാണ്. അത് കാരണം നമുക്കത് മുഴുവൻ വെട്ടാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇനി ഉൾഭാഗം ഞാൻ കാണിക്കാൻ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് സോയാബീൻ കറിയാണ് കേട്ടോ. കറിയല്ല, ഫ്രൈ പോലെ. ഫ്രൈ അല്ല, എന്താ പറയുക, മസാലക്കറി. അപ്പോൾ അതിന് ഞാൻ കുറച്ച് സവാള, തക്കാളി, കുറച്ച് സവാള പറഞ്ഞാൽ 2 സവാള, പിന്നെ തക്കാളി, 1 പച്ചമുളക്, പിന്നെ സോയാബീൻ തിളച്ച വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഒന്നുകൂടി പിഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ഇതാ ചൂടായി കിടക്കണോ. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അല്ലേ. വേറെയുള്ള എണ്ണയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല വയറിന്. അത് കാരണം വെളിച്ചെണ്ണ തന്നെ വാങ്ങുള്ളൂ. അതിലേക്ക് ഞാൻ 2 അത് ഇത്ര വേണ്ട, ഒരു 5-8 ഉലുവ എടുക്കുന്നുണ്ട് കേട്ടോ. അതായിരിക്കും ഇടുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, അതൊന്ന് പൊട്ടട്ടെ. നമുക്ക് ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കാം. ഒന്നുമില്ല, നമ്മൾ ചിക്കൻ മസാല ചിക്കൻ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഉള്ളു. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കട്ടെ ഞാൻ കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നു. ഈ വീഡിയോ ഇതുണ്ടാക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെച്ചതാണ്. എപ്പോഴെപ്പോഴും നമുക്കിങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതിന് ഞാൻ പേസ്റ്റാക്കി വെച്ചതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉപയോഗിക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ടിട്ടുണ്ടാകുന്ന നല്ലോണം വാടി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി ഞാൻ മസാല ആക്കിയിട്ടേ കാണിക്കുള്ളൂ കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഇനി മസാല ആയിട്ട് കാണിക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാ ചങ്ക്സ്. അപ്പോൾ ഞാൻ നല്ലോണം കുറേ പ്രാവശ്യം, ഒരു 5-6 പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇടാം. ഈ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലിയർ ഇല്ല ഒന്നും അല്ലേ. അപ്പോൾ ഇത് കുക്കറിലിട്ടു. ഇനി നമുക്ക് എന്താ പറയുക, 2 വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ചിക്കൻ ഉണ്ടാക്കുന്ന അതേ മസാല സോയാബീൻ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ കുറേ വെള്ളത്തിൽ കഴുകിയെടുത്ത് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ 2 വിസിലിട്ട് വേവിച്ചാൽ ഇതുപോലെ അടിപൊളി സംഭവമായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഇന്നത്തെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ചിക്കൻ മസാലപ്പൊടി ഇട്ട കാരണം എരിവ് അധികം പറ്റില്ല. അപ്പം അത് കാരണം ഇത്ര ഇട്ടിട്ടുള്ളൂ. നല്ല മുളക് പൊടി ഇട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, കാര്യമായിട്ട് ഞാൻ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ട് അത് ഇടാൻ മറന്നു. ഇതാണ് സംഭവം. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഊണ് ഇവിടെ വന്ന് റെഡിയായി.
ഇനി ഞാനിത് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അയ്യോ, ഉള്ളിയും എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. സൂപ്പറാട്ടോ. നാടൻ മുട്ടയുടെ ഓംലേറ്റാണ്. ഇവിടെ അടുത്തുനിന്ന് വാങ്ങിയതാണ് മുട്ട. 10 രൂപ ഒരു മുട്ടയ്ക്ക്.